ഗുഡ് മോർണിംഗ്. ക്ലാസ് ഇന്നത്തെ ടോപ്പിക്ക് സ്പോർട്സ് ന്യൂട്രീഷനാണ്. അതായത് നമ്മൾ അത്ലറ്റ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ന്യൂട്രീഷൻ പറയുന്നത്, അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്പോർട്സ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഡിസിപ്ലിൻ വിച്ച് അപ്ലൈസ് പ്രിൻസിപ്പിൾസ് ഡിറൈവ്ഡ് നോട്ട് ഓൺലി ഫ്രം ന്യൂട്രീഷണൽ ബട്ട് ഓൾസോ ബയോകെമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ സയൻറ്റിഫിക് നോളജ്. അപ്പോൾ എന്താണ്, ന്യൂട്രീഷണൽ ആസ്പെക്റ്റ് മാത്രമല്ല അവിടെ പറയുന്നത്, എന്താണ് ബയോകെമിക്കൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കുറേ സയൻറ്റിഫിക് നോളജുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് ഇതെന്ന് പറയുന്നത് സ്പോർട്സ് ന്യൂട്രീഷൻ. എന്തിനാണ്? ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊമോട്ടിങ് ഒപ്റ്റിമൽ പെർഫോമൻസ് വൈൽ റിമൈനിങ് ഹെൽത്തി. അപ്പോൾ എന്താണ്, ആ അത്ലറ്റ്സിൻ്റെ അല്ലെങ്കിൽ ആ സ്പോർട്സ് പീപ്പിൾ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസിൻ്റെ എന്താണ് അവരുടെ ഒപ്റ്റിമൽ പെർഫോമൻസ്, അവരുടെ മാക്സിമം പെർഫോമൻസ് കൊടുക്കുക വൈൽ റിമൈനിങ് ഹെൽത്തി ആയിരുന്നുകൊണ്ട് അവരുടെ മാക്സിമം പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ് സ്പോർട്സ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ്റെ ഒരു എന്താ പറയുക പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ന്യൂട്രീഷണൽ ആസ്പെക്റ്റ് മാത്രമല്ല അവിടെ വരുന്നത്, എന്താണ് ഫിസിയോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകളും ബയോകെമിക്കലായിട്ടുള്ള ചേഞ്ചസും അതൊക്കെ ഒരുമിച്ച് എന്താ പറയുക കമ്പയർ ചെയ്തിട്ടാണ് ഈ പറയുന്ന സ്പോർട്സ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ നിലനിൽക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സംഭവം എനർജി സിസ്റ്റംസ് ആണ്. അതായത് നമ്മുടെ ബോഡിക്ക് ഈ സ്പോർട്സ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് എനർജീൻ്റെ ആവശ്യമുള്ളതാണ് അല്ലേ. ഓടുക, ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, അല്ലെങ്കിൽ സ്വിം ചെയ്യുക, അങ്ങനെ എന്ത് സ്പോർട്സിൻ്റെ ഇതെടുക്കുകയാണെങ്കിലും അതിന് ലെവൽ ഓഫ് എനർജി കൂടുതലാണ് അല്ലേ, വേണ്ട എനർജി ലെവൽ കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന എനർജി സിസ്റ്റംസ് ഉണ്ട് രണ്ടെണ്ണം, എനേറോബിക്കും എയറോബിക്കും എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് മെയിൻ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ തന്നെ എനേറോബിക്കിന് എന്തുണ്ട്, വേറെ രണ്ട് സബ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഈ എനേറോബിക്കിന് രണ്ട് സബ് ക്ലാസ്സസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, ഫോസ്ഫാജൻ സിസ്റ്റം, ലാക്റ്റിക് ആസിഡ് സിസ്റ്റം. അതാണ് അനേറോബിക്കിൽ പറയാനുള്ളത്. ദീസ് സിസ്റ്റംസ് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ATP എനർജി അറ്റ് എ ഹയർ റേറ്റ്. അപ്പോൾ ഈ രണ്ട് അനേറോബിക് എനർജി സിസ്റ്റത്തിൻ്റെ ഒരു എന്താ പറയുക പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹയർ എമൗണ്ട് ഓഫ് ATP എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ്, അതാണ് നമ്മുടെ എനർജി കറൻസി എന്നൊക്കെ പറയുന്ന ആൾ അല്ലേ. എനർജി കറൻസി എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, അതായത് ഗ്ലൂക്കോസിൽ നിന്നാണ് ATP ഡിറൈവ്ഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ATPനെ ഒരുപാട് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ആർക്ക് പറ്റുമെന്ന് ഈ എനേറോബിക് എനർജി സിസ്റ്റത്തിന് പറ്റും എന്നാണ് പറയുന്നത്. യൂട്ടിലൈസ്ഡ് വെൻ ദ റേറ്റ് ഓഫ് എനർജി പ്രൊഡക്ഷൻ ഡിമാൻഡഡ് ഓഫ് ദ എക്സസൈസ് എക്സീഡ്സ് ദാറ്റ് ഓഫ് എയറോബിക് സിസ്റ്റം അലോൺ. അതായത് നമുക്ക് പ്രൈമർലി നമ്മളൊരു എക്സസൈസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിലൊക്കെ തുടങ്ങുമ്പം ആദ്യം എയറോബിക് സിസ്റ്റമാണ് ആക്ടിവേറ്റഡ് ആവുക. എന്നിട്ട് എയറോബിക് സിസ്റ്റത്തിൻ്റെയും കയ്യിൽ നിൽക്കാണ്ടാവുമ്പോഴാണ് ആര് വരുന്നത്, എനേറോബിക് സിസ്റ്റത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ടിവിറ്റി അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഈ എക്സസൈസ് ഇപ്പോൾ എന്ത് ഇവൻ്റാണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്ത് എക്സസൈസാണ് ചെയ്യുന്നത് അതിന് വേണ്ട എനർജി എയറോബിക്കിന് തന്നെ കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോഴാണ് ആര് ആക്ടിവേറ്റ് ആവുന്നത്, ഈ എനേറോബിക് എനർജി സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ATP യൂട്ടിലൈസ്ഡ് ആവുന്നത്. ഓക്കെ, so what is the limitation? Relatively small amount of ATP that can be made before fatigue ensures എന്നാണ് കേട്ടോ. അതായത് ഫാറ്റിക് ഉണ്ടാവുന്നൊരു സമയമുണ്ടല്ലോ, ഫാറ്റിക് തുടങ്ങി വയ്ക്കുന്ന സമയമാകുമ്പോഴേക്കും ആണ് എന്ത് ഈ എനർജി എയറോബിക്കിന് പറ്റാണ്ടാവുമെന്ന് മനസ്സിലായി തുടങ്ങാം. എയറോബിക്കിന് പറ്റാണ്ടാവുമെന്ന് പറഞ്ഞാൽ ഫാറ്റിക് ആയിട്ടുണ്ടാവും. പക്ഷേ ഫാറ്റിക് ആയി പറഞ്ഞത് മനസ്സിലായോ, അതായത് എയറോബിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിരിക്കും, പക്ഷേ ഒരു ലെവലെത്തുമ്പോൾ അതിന് ഉപയോഗിക്കാൻ അതിൽ നിന്ന് കിട്ടുന്ന എനർജി മതിയാവാണ്ട് വരും. അപ്പോഴേക്കും നമുക്ക് എന്തായിട്ടുണ്ടാവും, നമുക്ക് ഫാറ്റിക് ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ക്ഷീണത്തിലാണ് എന്ത് ആക്റ്റീവ് ആവുക, എനേറോബിക് സിസ്റ്റം ആക്റ്റീവ് ആവുക. അല്ലെങ്കിൽ അങ്ങനെയാണ് അത് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുന്നു, ആ സമയത്ത് ഉണ്ടാക്കുന്ന ATPൻ്റെ നമ്പർ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, എനർജി ATPൻ്റെ നമ്പർ ഫാറ്റിക്ക് തുടങ്ങിയിട്ട് ഉണ്ടാക്കുന്ന ATPൻ്റെ നമ്പർ റിലേറ്റീവ്ലി സ്മോളാണ് കമ്പയർ ടു വാട്ട് എയറോബിക് സിസ്റ്റത്തിനെ കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ഫോസ്ഫജൻ സിസ്റ്റമാണ്. ഫോസ്ഫജൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക സ്പ്രിൻറ്റിങ്, ജമ്പിങ്, കിക്കിങ് അങ്ങനെയുള്ള അല്ലെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് എനർജി ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ളത്. അതായത് ഇപ്പം എന്താ പറയുക വെയിറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി വേണ്ട ഒരു സംഭവമാണ് എനർജി അല്ലേ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എനർജി സോഴ്സിന്
ബോഡി റിലേ ചെയ്യുന്നത് ആരെയാണ്? ഫോസ്ഫജൻ സിസ്റ്റത്തിനാണ് റിലേ ചെയ്യുന്നത്. ഷോർട്ടർ എക്സസൈസ്, അതായത് 1 to 5 സെക്കൻഡ് ഡ്യൂറേഷൻസ്. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നോക്കൂ, സ്പ്രിൻറ്റിങ്, ജമ്പിങ്, ത്രോയിങ്, അല്ലെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഷോർട്ട് ഡ്യൂറേഷൻ എക്സസൈസ് ആണ് അല്ലേ? അപ്പോൾ ഈ ഷോർട്ട് ഡ്യൂറേഷൻ എക്സസൈസുകളിൽ ബോഡി ആരെയാണ് കൂടുതൽ റിലേ ചെയ്യുന്നത്? ഫോസ്ഫജൻ സിസ്റ്റത്തിനെ റിലേ ചെയ്തിട്ടാണ് ബോഡി ഇരിക്കുന്നത്. ഇവിടെ നിന്നാണ് കൂടുതൽ നമ്പർ ഓഫ് ATP ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ 100 മീറ്റേഴ്സ്, അങ്ങനെയുള്ള 100 മീറ്റർ 200 മീറ്റർ സ്പ്രിൻറ്റുകൾ, സ്വിമ്മിങ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, അങ്ങനെയുള്ള ഷോർട്ട് ഡ്യൂറേഷൻ ആയിട്ടുള്ള ഇവൻറ്റുകളിലാണ് ആക്ടിവേറ്റഡ് ആവുന്നത്? ഫോസ്ഫജൻ സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നത്. ഓക്കെ. ഇനി ലാക്റ്റിക് ആസിഡ് സിസ്റ്റമാണ്. ലാക്റ്റിക് ആസിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റാപ്പിഡ് സോഴ്സ് ഓഫ് എനർജി തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് ദ ഫ്യൂവൽ സോഴ്സ് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. അതായത് കാർബോഹൈഡ്രേറ്റ്, യൂസബിൾ ഫോമിലിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ ആണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൂക്കോസ് അല്ലേ? കാർബോഹൈഡ്രേറ്റിന് പല ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അങ്ങനെ പല ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഫ്യൂവൽ സോഴ്സ് ആരാന്ന് പറയുന്നത്? ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ എന്താണ് സപ്ലൈ മസിൽ ഫോസ്ഫജനെക്കാട്ടും എക്സീഡ് ആണ്. അങ്ങനെയാണ് എന്ത്? ലാക്റ്റിക് ആസിഡും സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നത്. ഓക്കെ. സോ ലാക്റ്റിക് ആസിഡ് സിസ്റ്റത്തിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂവൽ സോഴ്സ് വന്നിട്ട് ഗ്ലൂക്കോസ് തന്നെയാണ് ഫ്യൂവൽ സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റിനെയും ഫാറ്റിനെയും ഗ്ലൂക്കോസ്, അതായത് യൂസബിൾ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിനെയാണ് അവിടെ എനർജി സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഗ്ലൂക്കോസിന് സപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലാണ് മസിൽ ഫോസ്ഫജൻ്റെ. നമ്മൾ ഫോസ്ഫജൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫജൻ ഉപയോഗിച്ചിട്ട്, മസിൽ ഫോസ്ഫജനെ ഉപയോഗിച്ചിട്ടാണ് അവിടെ എനർജി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഗ്ലൂക്കോസിന് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എനർജി ഉണ്ടാക്കുന്നത്. അവരുടെ സപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലാണ്, അതായത് ഗ്ലൂക്കോസിൻ്റെ സപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലാണ് മസിൽ ഫോസ്ഫജനെക്കാട്ടും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫോസ്ഫജൻ സിസ്റ്റത്തിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് സിസ്റ്റമാണ് കൂടുതൽ നമ്പർ ഓഫ് ATP ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് എന്ത്? കൂടുതൽ നമ്പർ ഓഫ് ATP എവിടെ നിന്ന് ഉണ്ടാകുന്നത്? ലാക്റ്റിക് ആസിഡ് സിസ്റ്റത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഗ്രേറ്റർ ഇൻറ്റൻസിറ്റി, മറ്റത് ഷോർട്ട് ഡ്യൂറേഷൻ ആയിരുന്നു, ഇത് കുറച്ചുകൂടെ ഹയർ ഡ്യൂറേഷൻ സംഭവങ്ങൾക്കാണ് എന്തുപയോഗിക്കുന്നത്? ലാക്റ്റിക് ആസിഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പം ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസുകൾക്ക്, ലൈക്ക് പ്രൊലോങ്ഡ് സ്പ്രിൻസ് ഉണ്ടാവുമല്ലോ, ഇപ്പം 400-800 മീറ്റർ, അതുപോലെ തന്നെ സൈക്ലിങ്, ഓക്കെ, അങ്ങനെയുള്ള, പിന്നെ അതുപോലെ തന്നെ ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, അങ്ങനെ കുറേ അധികം നേരം നീണ്ടു നിൽക്കുന്ന ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസുകൾക്കാണ് എന്തുപയോഗിക്കുന്നത്? ലാക്റ്റിക് ആസിഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി വാട്ട് ഇസ് എയറോബിക് സിസ്റ്റം? അതായത് നമ്മളിപ്പം ഇത്രയും പറഞ്ഞാൽ എന്തായിരുന്നു? എനൈറോബിക് സിസ്റ്റം ആയിരുന്നു. എനൈറോബിക് സിസ്റ്റത്തിൽ രണ്ടാരൊക്കെ ലാക്റ്റിക് ആസിഡും ഫോസ്ഫജനും. ഫോസ്ഫജൻ്റെ കാര്യം ഷോർട്ട് ഡ്യൂറേഷനിലാണ് ഉപയോഗിക്കുന്നത്. ദെൻ ലാക്റ്റിക് ആസിഡ് എന്താണ്? കുറച്ചുകൂടെ ഹൈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ഇവൻസുകളിലാണ് ലാക്റ്റിക് ആസിഡ് സിസ്റ്റത്തിൽ നിന്നുള്ള ATP ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി വാട്ട് ഹാപ്പൻസ് ഇൻ എനോറോബിക് എനർജി സിസ്റ്റം? എനോറോബിക് എനർജി സിസ്റ്റം എന്ന് പറയുന്നത് ലോ ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസുകൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ്? എയറോബിക് എനർജി സിസ്റ്റം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലോ ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ്? ലോ ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസുകൾക്കാണ് എയറോബിക് എനർജി സിസ്റ്റത്തിൽ ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ നോർമലി ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ, സ്ലീപ്പിങ്, റെസ്റ്റിങ്, സിറ്റിങ്, വാക്കിങ്, അങ്ങനെ നമ്മുടെ നോർമലി നടക്കുന്ന പ്രോസസ്സുകൾക്കും പിന്നെ കുറച്ച് ലോ ഇൻറ്റൻസിറ്റി ഫോം ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റിക്കൊക്കെയാണ് എയറോബിക് സിസ്റ്റത്തിൽ നിന്ന് എനർജി എടുക്കാൻ പറ്റുന്നത്. പിന്നെന്താണ്? അപ്പോൾ ഈ ആക്ടിവിറ്റി ഇൻറ്റൻസ് ആവുന്നതിനനുസരിച്ച് ഇവിടെ നിന്നുള്ള എനർജി പോരാണ്ട് വരും. അപ്പോഴാണ് ആക്ടിവേറ്റഡ് ആവുന്നത്? എയറോബിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നത്. ഓക്കെ. ലാക്റ്റിക് ആസിഡും ഫോസ്ഫജൻ സിസ്റ്റമാണ് അവർ ആ സമയത്ത് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എക്സസൈസ് ദാറ്റ് റിലൈസ് ഹെവിലി ഓൺ ഓക്സിജൻ ഫോർ ദ പ്രൊവിഷൻ ഓഫ് എനർജി ഈസ് കോൾഡ് എയറോബിക് എക്സസൈസ്. എയറോബിക് എക്സസൈസ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഓക്സിജനെയാണ് എനർജിക്ക് വേണ്ടി അവർ റിലൈ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെയാണ് എയറോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പം മസിൽ ഗ്ലൈക്കോജനും ബ്ലഡ് ഗ്ലൂക്കോസും ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരായിരിക്കും എന്ത്? ഈ എനർജീനെ ATP ഉണ്ടാക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ആരെയായിരിക്കും? മസിൽ ഗ്ലൈക്കോജനെയും ബ്ലഡ് ഗ്ലൂക്കോസിനെയും ആയിരിക്കും. പിന്നെ കുറച്ചുകൂടെ ലോങ് ഇൻറ്റൻസിറ്റി ഉള്ള എക്സസൈസുകൾക്ക് എന്താണ്? ഫാറ്റിനെയാണ് ഉപയോഗിക്കുക. നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടല്ലേ, അഡിപ്പോസ് ടിഷ്യൂ ഒക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ എന്താണ്? 1 ഗ്രാമിൽ നിന്ന് 9 കിലോ കാലറീസ് വരെ എന്തുണ്ട്? എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ ഫാറ്റാണ് ലോങ് ടേം ഡ്യൂറേഷനിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ 50% വരെ
അതായത് എന്താ പറഞ്ഞാൽ നമ്മൾ ഫാറ്റാണ് 50% വരെ എനർജി അവിടെ റിയൽ എൻഡ്യൂറൻസ് ഇവൻറ്റുകൾക്ക് അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ഹൈ ഇൻറ്റൻസിറ്റി എനർജി വേണ്ട അവിടെ ഫാറ്റാണ് 50% ഓഫ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർ ഫസ്റ്റ് 3 to 4 hours. അതായത് ഇപ്പം ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഫുട്ബോൾ എടുക്കൂ. ഫുട്ബോൾ എന്ന് പറയുന്നത് ലോങ് ഡ്യൂറേഷനാണ്, എല്ലാവരും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു ഇവൻ്റാണ് അല്ലേ. അപ്പോൾ ആ ഇവൻറ്റുകളിൽ ഒരു ഫസ്റ്റ് 3 to 4 hours ആരാണ് എനർജി സപ്ലൈ ചെയ്യുന്നത്? ഫാറ്റായിരിക്കും. അതായത് നമ്മുടെ ബോഡിയിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റായിരിക്കും എനർജി സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്? 1 ഗ്രാമിന് 9 kcal ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും 50% ഓഫ് എനർജി എവിടെ നിന്നാണ് വരുന്നത്? ഫാറ്റിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഒരു അൺട്രെയിൻഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എവിടെ നിന്നായിരിക്കും? കാർബോഹൈഡ്രേറ്റിൽ നിന്നായിരിക്കും ലാർജർ പോർഷൻ ഓഫ് എനർജി ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു ട്രെയിൻഡായ ആളെ എടുക്കുമ്പോൾ അവർക്ക്, അതായത് അവർ കുറേ അധികം ട്രെയിനിങ് നടത്തിയിട്ടുണ്ടാവും, അങ്ങനെ അവരുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഫാറ്റി ആസിഡ്സ് അവൈലബിൾ ആണെങ്കിൽ അതിൽ നിന്നായിരിക്കും എന്തെടുക്കുന്നത്? എനർജി സോഴ്സ് ആയിട്ട് ഫാറ്റി ആസിഡ്സിനെയാവും ഉപയോഗിക്കുക, ഗ്ലൂക്കോസിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഇനി മാക്സിമം എറോബിക് കപ്പാസിറ്റി അല്ലെങ്കിൽ VO2 മാക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് എത്രത്തോളം എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് വർക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക. അതായത് നമ്മൾ ബ്രീത്ത് ചെയ്തെടുക്കുന്ന എമൗണ്ട് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ എയർ ഉണ്ടല്ലോ, നമ്മൾ ബ്രീത്ത് ചെയ്തെടുക്കുന്ന എയറിൽ നിന്ന് എത്രത്തോളം ഓക്സിജനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ വർക്കിംഗ് മസിൽസിലേക്ക്, അതായത് എറോബിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് മസിൽസിലേക്ക് എത്രത്തോളം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെയാണ് VO2 മാക്സ് അല്ലെങ്കിൽ മാക്സിമം എറോബിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് എന്താ പറഞ്ഞത്? നമ്മൾ ബ്രീത്ത് ചെയ്തെടുക്കുന്ന എയറിൽ നിന്ന് എത്ര എമൗണ്ട് ഓഫ് ഓക്സിജനെ എക്സ്ട്രാക്ട് ചെയ്ത് ആർക്ക് കൊടുക്കാൻ പറ്റണം? വർക്കിംഗ് മസിൽസിന് കൊടുക്കാൻ പറ്റണം. ആ ഒരു എമൗണ്ടിനാണ് എന്ന് പറയുന്നത് മാക്സിമം എറോബിക് കപ്പാസിറ്റി അല്ലെങ്കിൽ VO2 മാക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കൂ, milli/kg ബോഡി വെയ്റ്റ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ നോക്കുന്ന കാര്യമാണത്. അതിന് എന്താ പറയുക, ഈ VO2 മാക്സിന് എന്താ പറയുക, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. പൾമണറി വെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് ഉണ്ടാവുമല്ലോ, ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും എന്ന് പറയുന്ന ആ സംഭവത്തിനെയാണ് പൾമണറി വെന്റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ HP ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ട്? ഹീമോഗ്ലോബിനാണ് ആരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഓക്സിജനെ ക്യാരി ചെയ്യുന്നത് അല്ലേ. ബ്ലഡിൽ നിന്ന് സെൽസിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന ഒരാളാണ് ഹീമോഗ്ലോബിൻ, റെഡ് ബ്ലഡ് സെൽസിലുള്ള പിഗ്മെൻറ്റ്. ദെൻ ബ്ലഡ് വോളിയം എത്രയുണ്ട്? കാർഡിയാക് ഔട്ട്പുട്ട്, അതായത് ഒറ്റ പമ്പിങ്ങിൽ എത്ര എമൗണ്ട് ഓഫ് ഒരു ഇത് വരുന്നുണ്ട്, അതാണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ പെരിഫറൽ റീജിയനിലുള്ള ബ്ലഡ് ഫ്ലോ ആൻഡ് എറോബിക് മെറ്റബോളിസം. ഇത്രയും കാര്യങ്ങളാണ് VO2 മാക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ.